ദിലീപ് സംസാരിക്കും എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ആ വീടിൻ്റെ അകത്തൊരു കത്തിലപ്പടിയിൽ നിന്നിട്ട് ഭയങ്കര വിഷമത്തോട്, കാരണം ഇത്രയും നാളായിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ പറയുന്നൊരു വിഷമത്തോടുകൂടി പഞ്ചാബികളുടെ വീട്ടിലിരുന്ന് കഞ്ഞി കോരി ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പുറയിൽ കത്തിലപ്പടിയിൽ വന്നിരുന്നിട്ട് ദിലീപിൻ്റെ തോളെ കൈ വെച്ചിട്ട് വയ്ക്കും, രമണ നിനക്ക് എന്നോട് ദേഷ്യമാണോ വയ്ക്കും. ഞാൻ ഈ കഞ്ഞി കോരിക്കൊണ്ട് തന്നെ ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ജീവിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് ഈ രമണൻ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ മരിക്കാൻ നേരത്തെ ഇത്തിരി കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ കഞ്ഞിയിലുണ്ടടാ ഒരു സുഖം എന്നും പറഞ്ഞിട്ട് ഞാൻ കരയും. ഉടനെ ഞാൻ വന്നിട്ട് ഞാൻ റാഫിനെ വിളിച്ചു. റാഫി പറയുന്ന മറുപടി, അത് കട്ട് ചെയ്ത് പോകും, കട്ട് ചെയ്ത് പോകും, അത് കട്ട് ചെയ്ത് പോകും എന്ന് പറഞ്ഞ് കട്ടായി പോകും. പിന്നെ ഇവിടെ വന്നു, സിനിമ റിലീസായി, പടം ഹിറ്റ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റാഫിയെ വീണ്ടും വിളിച്ചു, നമുക്ക് ആ സീനും കൂടി ആഡ് ചെയ്തുകൂടി. ഇനി അത് ആഡ് ചെയ്ത ഐസൊലേഷനെ കണ്ണു വെക്കും ആൾക്കാർ എന്നായിരുന്നു മറുപടി. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് അയാളൊന്ന് ഓഡിയൻസിനെ കരയിപ്പിച്ചാൽ, ഒന്ന് മനസ്സിന് ഓർപ്പിച്ചാൽ ആ പടത്തിനെ ബാധിക്കുക.